വളരെ നിഷ്പ്രയാസം ഉപയോഗിക്കാൻ പറ്റിയതും വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതായ ഹാർഡ്വെയറും അതിന്റെ സോഫ്റ്റ്വെയറാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇത് നമ്മുടെ ഓഫീസാണ്, റൈൻടെക് സോഫ്റ്റ്വെയർ ലിമിറ്റഡിന്റെ ഓഫീസ്. അപ്പൊ ക്യാബേജിന്റെ വെയിറ്റ് നമുക്ക് കണക്ക് 680 ഉണ്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടോ, ഇവിടെയും കാണുന്നുണ്ട് സെയിം കണ്ടോ. നമുക്കിവിടെ ബില്ല് കിട്ടി വളരെ എളുപ്പമായിട്ട് കണ്ടോ. ഉണി എന്ന് പറയുന്നത് 1.4 kg ഉണ്ട്, 50 രൂപയാണ് പെർ kgയുടെ പ്രൈസ്. അപ്പോൾ 72 രൂപ 50 പൈസ ആവും കേട്ടോ. നമസ്കാരം. ഒരു റീറ്റെയിൽ ബിസിനസ് അത് പലതും ആകാം, ഗ്രോസറി ആവാം, സൂപ്പർ മാർക്കറ്റ് ആകാം. അങ്ങനെയുള്ള റീറ്റെയിൽ ബിസിനസ്സുകൾക്ക് ഒരു സോഫ്റ്റ്വെയർ പ്ലസ് ഹാർഡ്വെയർ നമ്മൾ നോക്കാറുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് ഇതുപോലുള്ള സിസ്റ്റംസ് വളരെ അത്യാവശ്യമാണ്. പേപ്പറിൽ എഴുതി കൂട്ടുമ്പോൾ ആൾക്കാരുടെ ഇടയിൽ നമുക്കൊരു എന്താ പറയുക, ഒരു ക്രെഡിബിലിറ്റി കിട്ടത്തില്ല. ഇപ്പോഴത്തെ ജനറേഷൻ മാറി. അപ്പോൾ ഇങ്ങനെയൊരു POS സിസ്റ്റം തിരക്കുമ്പോൾ നമുക്ക് ഒരു വലിയൊരു ബഡ്ജറ്റും പ്രൈസും ഒക്കെ സാധാരണഗതിയിൽ കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളത് വേണ്ട എന്ന് വയ്ക്കുന്നത്. പിന്നെ രണ്ടാമതൊരു കാരണം, ഇത് ഉപയോഗിക്കാത്തതിൻ്റെ കാരണം ചിലപ്പോൾ നമുക്ക് ഇത് പേടി, അതായത് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ, ചിലപ്പം ചില സോഫ്റ്റ്വെയറുകൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ നമുക്കത് സാധാരണക്കാർക്ക് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്നാൽ വളരെ നിഷ്പ്രയാസം ഉപയോഗിക്കാൻ പറ്റിയതും വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതായ ഹാർഡ്വെയറും അതിൻ്റെ സോഫ്റ്റ്വെയറാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സർവീസ് സപ്പോർട്ടാണ്. ഇത് നമ്മുടെ ഓഫീസാണ്, റൈൻടെക് സോഫ്റ്റ്വെയർ ലിമിറ്റഡിൻ്റെ ഓഫീസ്. ഇത് നമുക്ക് കേരളം, കോട്ടയം, വടയാർ എന്ന സ്ഥലത്താണുള്ളത്, വൈക്കത്തിനടുത്ത് തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ടീം നിങ്ങൾക്ക് എനിഡെസ്ക് അല്ലെങ്കിൽ ടീം വ്യൂറിൽ കൂടി കണക്ട് ചെയ്ത് ഈ സോഫ്റ്റ്വെയറെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് തരും. പ്ലസ് ഇതിന് ട്രെയിനിങ് ചെയ്യും, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതും പ്രൊഡക്റ്റുകൾ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതും കാര്യങ്ങളെല്ലാം. അപ്പോൾ അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇത് സാധാരണക്കാർക്ക് വളരെ നിഷ്പ്രയാസം ബില്ല് ചെയ്യാൻ സാധിക്കും. ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മെയിൻ മെനൂസ് കാണാൻ സാധിക്കും. ഇതിങ്ങനെ മുകളിലേക്ക് ഇപ്പം നമ്മളിപ്പോൾ വെജിറ്റബിളിൽ കുത്തുകയെന്ന് വെച്ചു, വെജിറ്റബിൾസിൽ കുത്തു, വെജിറ്റബിൾസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം കാണും. ഇപ്പോൾ നമ്മളിത് മുകളിലേക്ക് എടുത്തുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബേക്കറി കുത്തുന്നു, ബേക്കറിയുടെ എല്ലാ ഐറ്റംസും കാണാൻ പറ്റും. ബീവറേജസ്, അതായത് നമ്മൾ ഈ കുടിക്കുന്ന ഐറ്റംസ് എല്ലാം. അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് വേണ്ടത് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ കണ്ടില്ലേ, പേ ബട്ടൺ കുത്തിയ ക്യാഷ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ തന്നെ ക്യാഷ് ഡോർ ഓപ്പൺ ആയി. ബിൽ പ്രിന്റ് കൊടുക്കുക, അപ്പോൾ തന്നെ നമുക്കിവിടെ ബിൽ പ്രിന്റ് ആയി. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ നമുക്കിത് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇതിൽ പ്രത്യേകിച്ച് യാതൊരു കമ്പ്യൂട്ടർ സ്കില്ലും ഇല്ലാത്ത ആൾക്കാർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മളിപ്പോൾ ബേക്കറി, ഇപ്പം ബീവറേജസിൻ്റെ കുറച്ച് ഐറ്റംസ് ഇതുപോലെ ബില്ല് ചെയ്യണം. പിന്നെ ബേക്കറി ഐറ്റംസ് കുറച്ച് 1-2 ഐറ്റംസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് പിന്നെ ഫോർ കോസ്മെറ്റിക്സ്, സ്പ്രേ അതുപോലുള്ള ഐറ്റംസ് ഇതെല്ലാം ഉണ്ട്. ഇവിടെ പേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ക്യാഷ് ക്ലിക്ക് ചെയ്യുക, ബിൽ പ്രിൻ്റ് അടിക്കുക. കണ്ടോ, നമുക്കിവിടെ ബില്ല് കിട്ടിക്കഴിഞ്ഞു. വളരെ എളുപ്പമായിട്ട് കണ്ടോ, സുഖമായിട്ട് സാധിക്കും. ഇനി ചില ഘട്ടങ്ങളിൽ നമുക്ക് ബാലൻസ് എടുക്കാനുള്ള ഇത്. ഇപ്പോൾ നമുക്കിപ്പോൾ ബേക്കറിയിൽ 1-2 ഐറ്റം ഇങ്ങനെ കുറച്ച് ഐറ്റംസ് വന്നു, മൊത്തം നമുക്ക് വേണ്ടി 26 രൂപ വന്നു. പേ ബട്ടൺ കുത്തി നമുക്കിപ്പോൾ ടോട്ടൽ വന്നിങ്ങനെ 26 രൂപയാണ്. അപ്പോൾ കസ്റ്റമർ 100 രൂപ തന്നു, 100 നമ്മൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ക്യാഷ് കുത്തി ചെയ്യുക. അപ്പോൾ 74 രൂപ തിരിച്ചു കൊടുക്കണം, നമ്മളെ കാണിക്കും. പ്രിൻ്റ് കൊടുക്കുക, അപ്പോൾ നമുക്കിവിടെ ബില്ല് വരും. ഈ ബില്ലിൽ നമുക്ക് എഴുതി കളിക്കുന്നുണ്ടോ, ചേഞ്ച് 74 രൂപ. കണ്ടില്ലേ, 100 രൂപ ക്യാഷ് തന്നായിരുന്നു, ടോട്ടൽ ബില്ല് ഇത്രവായി. കണ്ടോ, 26 രൂപ. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ നിഷ്പ്രയാസമായിട്ട് നമുക്കിത് ബില്ല് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്കിങ്ങനെ തൊട്ടല്ലാണ്ട് ബില്ല് ചെയ്യാൻ നമുക്ക് വേറൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൂസ് വെജിറ്റബിൾസ് ഉണ്ടാകും നമ്മുടെ ഷോപ്പിൽ. അപ്പം നമ്മൾ ഒരു സ്പെഷ്യൽ വെയിങ് സ്കെയിൽ വാങ്ങി, ബാർ കോഡൊക്കെ വരുന്ന വെയിങ് സ്കെയിലൊക്കെ ഉണ്ട്. അത്തരം വെയിങ് സ്കെയിലൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്. ഒന്നാമത്തെ കാര്യം ഭയങ്കരമായിട്ട് അറൗണ്ട് 25,000-30,000 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ ബാർ കോഡ് വെയിങ് മെഷീൻ്റെ പ്രൈസ്. എന്നാൽ ഇത് ഒരു സാധാരണ വെയിങ് മെഷീനിൽ കേബിൾ ത്രൂ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിന് ഇവിടെ കണക്ടറുണ്ട്, കണ്ടില്ലേ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് ഫോണക്സ് കമ്പനി, മഹാരാഷ്ട്രയിലാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ്. ഫോണക്സ്, യെസ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏത് വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കമ്പ്യൂട്ടറിൽ ഡിസ്പ്ലേ ആവും. ഞാൻ ഉദാഹരണത്തിന് ഞാനിപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ഈ ക്യാബേജ് എടുത്ത് വെച്ചു. അപ്പോൾ ക്യാബേജിൻ്റെ വെയിറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും 680 ഉണ്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടോ, ഇവിടെയും കാണുന്നുണ്ട് സെയിം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ താഴത്തേക്ക് എടുത്ത് വെജിറ്റബിൾസ് എന്ന് പറയുന്ന സെക്ഷൻ എടുക്കുക. വെജിറ്റബിൾസ് ഫോർ എക്സാമ്പിൾ ക്യാബേജ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് 100 രൂപയാണ് പെർ kg ഇട്ടിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ബില്ലും പ്രിൻ്റ് ആയിക്കോളും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതുകൂടാതെ നമുക്ക് ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്യാരറ്റ്,
390 ഗ്രാമാണ്. അപ്പോൾ ക്യാരറ്റ് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ടച്ച് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ നമുക്ക് ട്രേ ഉണ്ടെന്ന് വെച്ചോ. ഇപ്പോൾ നമുക്ക് എല്ലാ സാധനം കൊണ്ട് ഇതിൻ്റെ പുറത്ത് വെക്കാൻ പറ്റുന്നത് ഉരുണ്ട് പോകും. അപ്പോൾ നമുക്കുണ്ടല്ലോ ഇതിങ്ങനെ എടുത്തെല്ലാം താഴ്ത്ത് വെച്ചിട്ട്, അപ്പോൾ ഈ ട്രേ 0 ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വെക്കുക. അപ്പോൾ ട്രേയുടെ വെയിറ്റ് ഇവിടെ കാണിക്കുമല്ലോ, ഇവിടെ നമ്മുടെ 0 എന്ന് പറഞ്ഞ ബട്ടൺ ഞെക്കി കൊടുക്കുക. അപ്പോൾ 00 ആയിക്കോളും. പിന്നെ നമ്മൾ ഈ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഫാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളിയൊക്കെ പെറുക്കി വെക്കുക. ഉരുണ്ട് പോകുന്ന സാധനങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ട്രേ വെക്കാം. നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ട്രേ ഒക്കെ ഉപയോഗിക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെ തക്കാളി എന്ന് പറഞ്ഞ സംഭവം സെലക്ട് ചെയ്തിട്ടില്ല, തക്കാളി ടൊമാറ്റോ. അപ്പോൾ അതിൻ്റെ വെയിറ്റിനനുസരിച്ചുള്ള ഇത് വരും. പ്ലസ് ടാക്സ്, നമുക്ക് ടാക്സ് നമുക്ക് മാറ്റിയും തിരിച്ചുമൊക്കെ വെക്കാം. ഇത് എത്രയാണ് പെറുക്കി വെക്കണമെന്ന് വെച്ചാൽ എത്രയും എടുത്ത് വയ്ക്കുക. 1.455 kg ഉണ്ട്. ഇവിടെ അത് തന്നെ കാണിക്കും, കണ്ടില്ലേ നമുക്ക്. അപ്പോൾ നമുക്കിവിടെ ഇതുണ്ട്, സബോള തട്ട് കൊടുക്കുക, കണ്ടോ. വളരെ പ്രയാസം വന്നു. ഇനി നമുക്ക് ഇതേ കൂടത്തിൽ തന്നെ നമുക്ക് ബാർകോഡ് സ്കാൻ ചെയ്ത് വയ്ക്കുന്ന പ്രോഡക്റ്റുകളാണെന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ വെയിങ് മെഷീൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഞാൻ ഡിസേബിൾ ചെയ്തു. അതിനുശേഷം നമുക്കിപ്പോൾ സ്കാൻ ചെയ്ത് കുറച്ച് പ്രോഡക്റ്റുകൾ വരും. ഇതൊക്കെ നമുക്ക് മാറ്റിയേക്കാം. നമുക്ക് ഞാൻ സ്കാൻ ചെയ്യാൻ പോകണം, കണ്ടോ. സ്കാൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരുന്നത് കാണാൻ സാധിക്കും. ഞാൻ ഇവിടെ അടുത്ത് വെച്ച് സ്കാൻ ചെയ്യുക, കണ്ടോ. വളരെ ഈസി ആയിട്ട് നമുക്കത് സ്കാൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ബില്ലടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പേ ബട്ടണിൽ കുത്തുക, ക്യാഷ് കുത്തുക, പ്രിൻ്റ് കുത്തുക. ഇവിടെ ക്യാഷ് ഡോർ ഓപ്പൺ ആയിരുന്നു ഓൾറെഡി, അതുകൊണ്ട് കണ്ടില്ലേ. അപ്പോൾ ഇതിന് നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് 68 രൂപ 68 ഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ 68 രൂപ 100 കണ്ടോ. അപ്പോൾ ഓരോ വെജിറ്റബിൾസ് വന്നത് എങ്ങനെയാണ്, MRP എത്ര KG ഉണ്ടോ ആ KG കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൈസ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ബാക്കിയുള്ള നമ്മൾ ബാർകോഡ് സ്കാൻ ചെയ്തൊക്കെ അതനുസരിച്ച് വന്നു. ഇത് ഓണിയൻ എന്ന് പറഞ്ഞാൽ 1.4 kg ഉണ്ട്, 50 രൂപയാണ് പെർ KGയുടെ പ്രൈസ്. അപ്പോൾ 72 രൂപ 50 പൈസ വന്നു, കണ്ടോ. വളരെ ഈസി ആയിട്ട് ആ ഒരു ബില്ല് ക്രിയേറ്റ് ആയി. പിന്നെ ഇതിൻ്റെയൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് സാധാരണ ഒരു CPU വാങ്ങിച്ചു വെക്കുക, ഏറ്റവും ബെസ്റ്റ് അതാണ്. നമ്മൾ ഈ ഒരു മോണിറ്ററിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ കമ്പ്യൂട്ടറുകളുണ്ട്. അപ്പോൾ അത് മേടിച്ചിട്ടുള്ള കുഴപ്പമില്ല. ഇൻ കേസ് സർവീസ് വന്നു കഴിഞ്ഞാൽ ഒരു 10-12 ദിവസം ഡിലേ ആകും, കാരണം ഇവർ എടുത്തുകൊണ്ട് പോയി സർവീസ് ചെയ്ത് വരാൻ. നമ്മൾ സാധാരണ ഒരു മോണിറ്റർ വയ്ക്കുക, CPU വയ്ക്കുക. നമ്മൾ ഒരു ടച്ച് സ്ക്രീൻ മോണിറ്റർ വാങ്ങിച്ചു വെക്കുക. ടച്ച് സ്ക്രീൻ മോണിറ്ററിന് ഏകദേശം ഒരു 18,000 രൂപ വരും ടച്ച് സ്ക്രീൻ മോണിറ്റർ. പിന്നെ ഒരു ക്യാഷ് ഡ്രോവർ വേണമെന്നുണ്ടെങ്കിൽ വെച്ചാൽ മതി. ഇതിനൊരു 3,700 രൂപകളുണ്ട്, ആമസോണിൽ കിട്ടും. പിന്നെ ഈ ഒരു പ്രിൻ്റർ നമുക്കൊരു 5,500-6,000 രൂപ റേഞ്ചിൽ ഈ ഒരു പ്രിൻ്റർ കിട്ടും. 5,000 രൂപ മുതലൊക്കെ ഉണ്ട്. ഈ ഇത്ര സ്കാനർ വേണമെന്നില്ല, ഹാൻഡ് ഹെൽഡ് സ്കാനർ ആയാലും മതി. അതായത് നമ്മൾ കയ്യിൽ പിടിച്ചിങ്ങനെ നിൽക്കുന്ന ടൈപ്പ്. ഇതിന് വില കൂടുതലാണ്, ഇതിന് 10,000 രൂപ സംതിങ് വിലയുണ്ട്. മറ്റേത് 1,200 രൂപ പ്രൈസിൽ നമുക്ക് ഹാൻഡ് ഹെൽഡ് സ്കാനർ കിട്ടും. ഈ വെയിങ് മെഷീൻ 6,500 രൂപയുള്ളൂ. ഇതിന് നമ്മുടെ സർക്കാർ സ്റ്റാമ്പിംഗ് എല്ലാം ഉണ്ട്, അതായത് ഈ ലീഗൽ മെട്രോളജി കണ്ടില്ലേ, ഇതിൻ്റെ കാലിബ്രേഷൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം കിട്ടും. അങ്ങനെയുള്ളൊരു അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു വെയിങ് മെഷീനാണ്. 30 kg ആണ് ഇതിൻ്റെ കപ്പാസിറ്റി, 30 kg. എല്ലാ വർഷവും നമുക്കിത് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ പതിപ്പിക്കണം, ത്രാസ് പതിപ്പിക്കുക എന്ന് പറയും. അപ്പോൾ അതിന് ഏകദേശം 350-400 ഉണ്ട് ചാർജ്. 315 അങ്ങനെയുള്ളതാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. ആ ഒരു പ്രൈസ് കൊടുത്ത് 315 രൂപ വർഷം കൊടുക്കേണ്ടി വരും ഇതൊരു സ്റ്റാമ്പ് ചെയ്യണതിന്. അപ്പോൾ ഇതാണ്. പിന്നെ റെയിൻടെക്കിൻ്റെ സോഫ്റ്റ്വെയർ, റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഈ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ടീമുണ്ട്, എല്ലാവരും ഇവിടെ കസ്റ്റമർ കെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ നമ്പറിൽ വിളിക്കേണ്ട നമ്പർ 8078311945 അല്ലെങ്കിൽ 8606093110 എന്നുള്ള നമ്പറിൽ വിളിച്ചാലും മതി. ഇപ്പോൾ ഈ തെർമൽ പ്രിൻ്ററുകളൊക്കെ ആണെങ്കിൽ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഏത് തരത്തിലുള്ള തെർമൽ പ്രിൻ്ററുകളും നമ്മളിവിടെ വാങ്ങിക്കും, ടെസ്റ്റ് ചെയ്യും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് സോഫ്റ്റ്വെയർ വാങ്ങുന്നവർക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് തെർമൽ പ്രിൻ്ററുകളാണ് ഉപയോഗിക്കുന്നത് അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു വെയിങ് മെഷീന് വലിയ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു വെയിങ് മെഷീൻ്റെ അടപ്പ് അവിടെ ഇരിപ്പണി എടുത്തുകൊണ്ട് വരാം. ഇത്തരം വെയിങ് മെഷീൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെ നിന്ന് ബാർകോഡ് പ്രിൻ്റായി പുറത്തേക്ക് വരും ഇത് ഓണായി കഴിയുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് മോർ ദാൻ 18,000, 20,000, 30,000 ഇങ്ങനെ പ്രൈസ് വളരെ ഹൈ പ്രൈസാണ്. അതുകൂടാതെ ഇത് നമ്മൾ വെജിറ്റബിൾ ഏരിയ വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രത്യേക ഒരു ഓപ്പറേറ്റർ വെക്കേണ്ട ആവശ്യമുണ്ട്. അതേസമയം ആ ഒരു വെയിങ് മെഷീൻ ആണെങ്കിൽ നമുക്ക് പ്രത്യേക ഒരു ഓപ്പറേറ്റർ ആവശ്യമില്ല, ഇത്രയും പ്രൈസും മുടക്കേണ്ട ആവശ്യമില്ല. ആൾക്കാർ ആവശ്യമുള്ള വെജിറ്റബിൾസ് എടുത്തുകൊണ്ട് വരും, ബാഗിനകത്തിട്ട് എടുത്തുകൊണ്ട് വരും. അത് നമുക്ക് കൗണ്ടറിൻ്റെ സൈഡിൽ തന്നെ ഇത് വെക്കുക. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് എടുത്ത് വയ്ക്കുക, ഏത് പ്രൊഡക്റ്റാണ് തൊട്ട് കൊടുക്കുക, എടുത്ത് വയ്ക്കുക, ഏത് പ്രൊഡക്റ്റാണ് തൊട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് മാൻ പവർ എലിമിനേറ്റ് ചെയ്യാൻ ബെസ്റ്റാണ്. പിന്നെ കസ്റ്റമർ വളരെ സിമ്പിളായിട്ടത് ബില്ല് ചെയ്യാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.
അപ്പോൾ അങ്ങനെ വളരെ ഈസി ആയിട്ട് ഇപ്പോൾ സാധാരണ ഇപ്പോൾ പ്രായം ചെന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സോഫ്റ്റ്വെയർ ആണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അവർക്കിപ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കത്തില്ല, ടു ബി ഫ്രാങ്ക്ലി. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. പിന്നെ റെയിൻടെക്കിന് ഇത് കൂടാതെ ERP ബേസ്ഡ് ഹെവി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ, റെസ്റ്റോറൻറ്റ് സോഫ്റ്റ്വെയർ, അങ്ങനെ കുറേയധികം സോഫ്റ്റ്വെയറുകൾ വേറെയും ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള POS റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഹെൽപ്പിനും സപ്പോർട്ടിനും തീർച്ചയായിട്ടും വിളിക്കുക RAINTECH സോഫ്റ്റ്വെയർ ലിമിറ്റഡ്. വരണമെങ്കിൽ തീർച്ചയായിട്ടും വരാം. നമ്മുടെ സ്ഥാപനമുള്ളത് വടയാറാണ്, തലയിലപ്പുറമ്പ്. വിളിക്കേണ്ട നമ്പർ 8078311945 or 8606093110. Thank you so much for watching this video. Thank you. Bye-bye.